ഈ റജബ് മാസം എന്ന് പറഞ്ഞാൽ ഒരു സാധാ മാസമല്ല, വലിയ ബഹുമാനമുള്ള മാസമാണ്. റജബ് എന്ന് പറഞ്ഞാൽ തന്നെ മുഅല്ലം, ആദരിക്കപ്പെടുന്നത് എന്നാണ്. ആ റജബ് മാസത്തിലാണ് അമ്പിയാക്കളെല്ലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് നബി തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചത് റജബ് മാസത്തിലാണ്. റജബ് 27-ാം രാവാണ്. ആ അമ്പിയാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അതേ ഇൽമിന്റെ സഹായം ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യഅ്ബദൂൻ എന്ന ആയത്ത് അതാണ് പഠിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പിഴച്ചവാദം ഉന്നയിച്ച ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ വൽ വസീല എന്ന ഗ്രന്ഥത്തിൽ അത് ഇൽമിന്റെ സഹായം ചോദിക്കാനാണ് നബി തങ്ങളോട് അല്ലാഹു കൽപ്പിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആദരവ് നൽകിയ മാസം, നബി തങ്ങളുടെ പിന്നിൽ എല്ലാ അമ്പിയാക്കളും ഒന്ന് സമ്മേളിച്ച് നിസ്കരിച്ച മാസം എന്ന് മാത്രം അല്ല, അവിടെ നിന്ന് ശേഷം ആകാശലോകത്തേക്ക് നബി സല്ലല്ലാഹു ഞങ്ങളെ കൊണ്ടുപോയപ്പോൾ അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ധാരാളം അമ്പിയാക്കളെ ഓരോ ആകാശങ്ങളിലായി കണ്ടു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ എന്തൊരു ഭംഗിയാണ്. നബി സല്ലല്ലാഹു ആ ഭംഗിയെ സംബന്ധിച്ച് വർണ്ണിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു കണ്ടത് വെറും ഒരു കേവലം ആത്മാവല്ല, ശരിക്കും മുഖത്തിന്റെയും ശരീരത്തിന്റെയും ഭംഗിയടക്കം കണ്ടു എന്നല്ലേ പറയും. അപ്പൊ ശരിക്കും ശരീരത്തോടു കൂടി തന്നെയാണ് അവര് വന്നത് എന്നല്ലേ അതിൽ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ അങ്ങോട്ട് പോകുന്ന സമയത്ത് കണ്ട് സലാം പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കി കിട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം, അപേക്ഷ നൽകി. അങ്ങനെ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് വലിയ ഒരു ഭാരം ഒഴിവാക്കി 5 നേരത്തെ നിസ്കാരം കൊണ്ട് 50ന്റെ പ്രതിഫലം ലഭിക്കുന്ന വിധം ആ വലിയ സഹായം നൽകിയിട്ടുള്ള നേതാവാണ് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ അമ്പിയാക്കൾക്കും മൗലിയാക്കളൊന്നും സഹായിക്കൂല എന്ന് പറയുന്ന സലഫി ഇതൊന്നും കാണുന്നില്ലേ? ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസല്ലേ? മൂസാ നബിയെ കണ്ടുമുട്ടി എന്നത് ഖുർആനിലില്ലേ? വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയും. നബി തങ്ങൾ കണ്ടതുകൊണ്ട് സംശയം ഉണ്ടാവില്ലല്ലോ, നമുക്ക് സംശയം വേണ്ടാന്നാ, സെൽഫി സംശയം കൊണ്ട് വരണ്ടാന്നാ. അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഖുർആൻ തന്നെ അതിന് സാക്ഷിയല്ലേ? അങ്ങനെ നടന്ന വലിയ മേറാജിന്റെ ദിവസം റജബ് 27-ാം രാവ് വലിയ പുണ്യമുള്ള രാവാണ്. അതിന്റെ പകൽ ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. റമദാനിൽ പിന്നെ നിർബന്ധമാണല്ലോ. എന്നാൽ അത് മേറാജിന്റെ പകലായതുകൊണ്ട് അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നാണ് ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ നോമ്പെടുക്കണം. അത് ആ ദിവസത്തോട് നബി തങ്ങളോടുമുള്ള സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമാണ്. നബി തങ്ങളോടുള്ള സ്നേഹപ്രകടനം കൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അടുത്ത ജന്മദിനം ആഘോഷിക്കുന്നത്. പക്ഷെ അപ്പോൾ അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് പുത്തൻവാദികൾ. അതേപോലെ തന്നെ റജബ് 27 നോമ്പെടുക്കുമ്പോ അത് വേണ്ട എന്ന് പുത്തൻവാദികൾ പറയും. അതാരും ചെവിക്കൊള്ളാൻ പാടില്ല, നോമ്പെടുക്കണം. സുഹൃത്തുക്കളെ, ആ നോമ്പെടുക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഈ റജബ് മാസം വേറെയും ഒരുപാട് പുണ്യങ്ങളുള്ള മാസമാണ്.